എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണാലിസത്തെക്കുറിച്ചാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ വികാസത്തിന് സഹായിച്ചിട്ടുള്ളത്. ഇന്ന് നമുക്കറിയാം ലോകത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന. 2025 ആയപ്പോഴേക്കും ഏകദേശം 470ഓളം ആർട്ടിക്കിൾസും 25 പാർട്സും അതുപോലെ 12 ഷെഡ്യൂൾസൊക്കെയായി ലോകത്തിലെ ഏറ്റവും ലെങ്തിയസ്റ്റ് ആയ ഒരു ഭരണഘടനയായി ഇന്നും ഇന്ത്യ ഭരണഘടന നിലകൊള്ളുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ വളർച്ചയിലെ വിവിധ സ്റ്റെപ്പുകളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഈ ഓരോ സ്റ്റെപ്പുകളെക്കുറിച്ചും വിശദമായി നമ്മൾ അടുത്ത വീഡിയോകളിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ സംഭവം എന്ന് പറയുന്നത് 1895 കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ബിൽ ആണ്. ഇതിനെ നമ്മൾ സ്വരാജ് ബില്ല് എന്ന് വിളിക്കാറുണ്ട്. രണ്ടാമത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ വികാസത്തിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് 1909 മോർലി മിൻറ്റോ റിഫോംസാണ്. അതിന് ഇന്ത്യൻ കൗൺസിൽ ആക്ട് എന്ന് വിളിക്കുന്നുണ്ട്. മൂന്നാമത്തെ സംഭവം എന്ന് പറയുന്നത് 1919 മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസാണ്. അത് കഴിഞ്ഞാൽ നാലാമത്തെ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് 1928 നെഹ്റു റിപ്പോർട്ടാണ്. നെഹ്റു എന്ന് പറഞ്ഞാൽ മോട്ടിലാൽ നെഹ്റു ചെയർമാനായിട്ടുള്ളൊരു കമ്മിറ്റി ഓൾ പാർട്ടി കോൺഫറൻസിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നതാണ്. അവർ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനെയാണ് നമ്മൾ നെഹ്റു റിപ്പോർട്ട് എന്ന് വിളിക്കുന്നത്. 1928 പിന്നെ 1930 മുതൽ 32 വരെ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ലണ്ടനിൽ വെച്ച് നടന്ന റൗണ്ട് ടേബിൾ കോൺഫറൻസാണ്. അതുപോലെ റൗണ്ട് ടേബിൾ കോൺഫറൻസിന് ശേഷം നടന്ന ഇന്ത്യൻ ഭരണഘടനയുടെ വികാസത്തെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് കമ്മ്യൂണൽ അവാർഡും അതുപോലെ പൂന പാക്റ്റുമാണ്. എന്താണ് കമ്മ്യൂണൽ അവാർഡ്, എന്താണ് പൂന പാക്റ്റ് എന്നൊക്കെ വിശദമായി നമ്മൾ വരും വീഡിയോകളതിനെക്കുറിച്ച് പറയും. അത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ദ ഫസ്റ്റ് ഇന്ത്യൻ ടു പ്രപ്പോസ് എ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി ഫോർ ഇന്ത്യ. ഇന്ത്യക്ക് ആദ്യമായി ഒരു ഭരണഘടന നിർമ്മാണ സഭ വേണം എന്ന് ആദ്യമായി പ്രപ്പോസ് ചെയ്ത അഭിപ്രായപ്പെട്ട ഒരു ഇന്ത്യക്കാരനാണ് MN റോയ്, മാനവേന്ദ്രനാഥ് റോയാണ്. അദ്ദേഹത്തെക്കുറിച്ചൊക്കെ ഒരുപാട് പറയാനുണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് വിശദമായി ചർച്ച ചെയ്യാം. അതുപോലെ അതിനുശേഷം ഉണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യക്ക് പാസാക്കിയ നിയമങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ആക്റ്റാണ്. അതുപോലെ ഈ ആക്ടിനെ നമ്മൾ വിളിക്കുന്നത് ബ്ലൂ പ്രിൻ്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കാറുണ്ട്. എന്താണ് കാരണം? 60-70% ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ കാണുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ എടുത്തിട്ടുള്ളത് ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ നിന്നാണ്. അതുപോലെ തന്നെ മെനി സ്കോളേഴ്സ്, ഒരുപാട് പണ്ഡിതന്മാർ പറയാറുണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ദ ചൈൽഡ് ഓഫ് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് വിളിക്കുന്നത് ഈ കാരണങ്ങൾ കൊണ്ടാണ്. അതിനുശേഷം ഉണ്ടായ പ്രധാനപ്പെട്ട സംഭവമാണ് 1942 ക്രിപ്സ് മിഷൻ. അതിനുശേഷം നടന്ന മറ്റു സംഭവമാണ് 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ. അതിനുശേഷം നടന്ന മറ്റു സംഭവമാണ് 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ഇങ്ങനെ ഇത്രമാത്രം സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കുന്നതിന് മുമ്പ്. ഇതൊക്കെ ഇന്ത്യൻ ഭരണഘടന രൂപീകരണത്തെയും വികാസത്തെയും വളരെ വളരെ സ്വാധീനിച്ചിട്ടുള്ള വിവിധ ഘടകങ്ങളാണ് നമുക്ക് കാണാം. ഓരോന്നിനെക്കുറിച്ച് നമുക്ക് വിശദമായും ചർച്ച ചെയ്യാം.